നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ അഭിമുഖവും അതിനുശേഷമുണ്ടായ വിവാദങ്ങളും സംബന്ധിച്ച് പയറഞ്ഞാഴി മോഡൽ വിശദീകരണം നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ CPM ഇന്ന് രാവിലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വിവാദങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് ഇന്ന് രാവിലെ മരുമകൻ പറഞ്ഞത്. മറ്റ് CPM നേതാക്കളും അത് ഏറ്റുപാടുകയാണ്. CPM നേതാക്കൾ എന്ന് പറയുമ്പോൾ അത്ര അധികം നേതാക്കൾ ആരും തന്നെ മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വന്നിട്ടില്ല. പതിവ് പോലെ മരുമകൻ മന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും മാത്രമാണ് മുഖ്യമന്ത്രിയെ ഈ വിഷയത്തിൽ ന്യായീകരിക്കാൻ ഇന്ന് രാവിലെ മുതൽ എത്തിയത്. സത്യത്തിൽ എന്താണ് നടന്നത് എന്ന് ഹിന്ദു പത്രം നൽകിയ വിശദീകരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മുഖ്യമന്ത്രി അങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ആ മാധ്യമം അഭിമുഖത്തിന് തയ്യാറായത്. കഴിഞ്ഞ മാസം 29-ന് ദില്ലിയിൽ വെച്ച് നടന്ന അഭിമുഖത്തിൽ ചർച്ചയ്ക്ക് വരാത്ത വരികൾ അച്ചടിച്ച് വരുമ്പോൾ കൂട്ടിച്ചേർക്കണം എന്ന് പറയുന്നതും മുഖ്യമന്ത്രിയാണ്. പത്രം അത് എഴുതി നൽകണം എന്നാവശ്യപ്പെട്ട് കാണും. അതുകൊണ്ട് അക്കാര്യം രേഖാമൂലം ആവശ്യപ്പെട്ടതും എഴുതി നൽകിയതും മുഖ്യമന്ത്രിയാണ്. മാധ്യമപ്രവർത്തകയായ ശോഭന K. നായർ നടത്തിയ അഭിമുഖം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് ഒക്ടോബർ മാസം 1-ാം തീയതിയാണ്. അഭിമുഖത്തിനും ദിവസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ മാസം 21-ാം തീയതി ഇതേ വിവാദ വാചകങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞതും മുഖ്യമന്ത്രിയാണ്. ഇതൊന്നും മുഖ്യമന്ത്രി ചെയ്തതല്ല, PR ഏജൻസി ചെയ്തതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നവർ ഏജൻസി അല്ലെങ്കിൽ ഏജൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഒരു ഏജൻറ്റ് എപ്പോഴും മറ്റൊരാളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. PR ഏജൻസികൾ ചെയ്യുന്നതെല്ലാം അവരുടെ ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ്. ഏജൻസി ചെയ്യുന്നതിനെല്ലാം ക്ലയൻറ്റും ഉത്തരവാദിയാണ്. ഇവിടെ മുഖ്യമന്ത്രിയാണ് ക്ലയൻറ്റ്. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയ സ്ഥിതിക്ക് നാട്ടിലെ മാധ്യമങ്ങളുടെ തോളത്ത് കയറുകയല്ല വേണ്ടത്. ഇഷ്ടമില്ലാത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ നാട്ടിലുള്ളവർക്കെതിരെയെല്ലാം കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന പുള്ളിയാണല്ലോ. ആ PR ഏജൻസിയെ തൊടാൻ ചങ്ക് വിറയ്ക്കുന്നുണ്ടോ എന്ന് സംശയം ജനങ്ങൾക്ക്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളും ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതേ കാര്യം അദ്ദേഹം സെപ്റ്റംബർ 21-ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ അൻവറിനെ വിരട്ടാൻ വേണ്ടി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അന്ന് നാട്ടുകാർ കേട്ടതാണ്. അതേ വാക്കുകൾ തന്നെയാണ് ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നത്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വെറും സാങ്കേതികം മാത്രമാണ്. അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, പറഞ്ഞത് വസ്തുതയാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അതേ വാക്കുകൾ തന്നെയാണ് ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നത്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സാങ്കേതികം മാത്രമാണ്. പറഞ്ഞത് വസ്തുതയാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. ഇനിയിപ്പോൾ ആ പ്രസ്താവനയിൽ നിന്ന് പിന്മാറേണ്ട കാര്യമെന്ത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്നാൽ ഇപ്പോൾ വ്യക്തമായി നാട്ടുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. പിണറായി എന്നാൽ PR ആണ്. PR ഇല്ലെങ്കിൽ പിണറായി ഇല്ല. അമ്പെ പരാജയപ്പെട്ട കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധം ലോകോത്തര മാതൃകയായത് എങ്ങനെ എന്ന് നാട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായി. 6 മണി വാർത്താ സമ്മേളനങ്ങൾക്ക് പിന്നിൽ ആരായിരുന്നു എന്നും കേരളത്തിന് മനസ്സിലായി. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ അഭിമുഖം എടുക്കുന്നതും വിദേശ ഏജൻസികൾ അവാർഡുകൾ വാരിക്കോരി നൽകിയതിനുമൊക്കെ പിന്നിൽ ആരാണെന്നും നാട്ടുകാർക്ക് നന്നായി മനസ്സിലായി. ഇരട്ടച്ചങ്കും ആടി ഉലയാത്ത കപ്പലും ക്യാപ്റ്റൻസിയും ഒക്കെ വന്ന വഴിയും അടിയങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.